ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഫേസ് പാക്കുമായിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് കൂടിയാണ് കേട്ടോ ഇത്. ഞാനിതിൽ ചേർത്തിരിക്കുന്നത് ബീട്രൂട്ടിൻ്റെ തന്നെ റിസൾട്ട് തരുന്ന ഒരു പാക്ക് കൂടിയാണ് ഇത്. ഇത് ഗോതമ്പ് പൊടി, നാരങ്ങനീര് ഇത്രയാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത്. ഒരു ആഴ്ചയിൽ 2-3 പ്രാവശ്യം യൂസ് ചെയ്താൽ മതി. പക്ഷെ ഡെയിലി യൂസ് ചെയ്താലാണ് നമുക്ക് കുറച്ചുകൂടെ റിസൾട്ട് കിട്ടുക. ഇതെൻ്റെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഇത്. 10-15 മിനിറ്റ് മതി കേട്ടോ ഇതൊന്ന് ഉണങ്ങാനായിട്ട്. ഞാനിത് 2 കോട്ടിങ് അപ്ലൈ ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ചധികം സമയം വേണ്ടി വന്നു. അതുകൊണ്ട് ഒറ്റ ലെയറിൽ തന്നെ ചെയ്യുവാണെങ്കിൽ 10 മിനിറ്റ്, 10-15 അതിൽ കൂടുതൽ വേണമെന്നില്ല. നമ്മുടെ നെക്കിലും ചെവിയിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നല്ലൊരു റിസൾട്ട് കിട്ടിയതോട് ഞാൻ എൻ്റെ കയ്യിലും കൂടെ ഇത് ചെയ്തായിരുന്നു. എനിക്ക് നല്ലൊരു എഫക്റ്റാണ് ഇത് കിട്ടിയത്. പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടുക എന്ന് പറയില്ലേ, അതായിരുന്നു ഈ പാക്ക് ഇട്ടപ്പോൾ എനിക്ക് കിട്ടിയത്. ബീട്രൂട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ വെള്ളത്തിലല്ല പാലിലാണ് കേട്ടോ ഇത് അരച്ചെടുത്തത്. നന്നായിട്ട് പാൽ അരച്ചെടുത്തിട്ട് അതിൻ്റെ നീര് മാത്രം എടുത്ത് ആവശ്യത്തിന് ഗോതമ്പ് പൊടിയും നാരങ്ങാനീരും ചേർത്ത് മിക്സ് ചെയ്യുമായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യണമെന്നില്ല കേട്ടോ, നമുക്ക് പുറത്ത് വെച്ചാലും മതി. ഒരാഴ്ച വരെയൊക്കെ ഇരുന്നോളും. ഇത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഡ്രൈ സ്കിന്നുള്ളവർ, ഓയിലി സ്കിന്നുള്ളവർ അങ്ങനെയൊന്നുമില്ല. എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാമേ. ഒരു ബീട്രൂട്ടിൻ്റെ പകുതി പോലും വേണ്ട കേട്ടോ ഇതെടുക്കാനായിട്ട്. ആൾക്കാരുടെ എണ്ണ അനുസരിച്ച് എടുത്താൽ മതിയാവും. ഞാൻ ഒരു പകുതി കൂടി എടുത്തില്ല ഇത് മിക്സ് ചെയ്യാൻ. നമ്മുടെ സ്കിൻ എപ്പോഴും ഫ്രഷായിട്ടിരിക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു ഫീല് നമുക്ക് തോന്നും എപ്പോഴും ഫ്രഷായിട്ട്. ഇതൊന്ന് ഡെയിലി യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഡെയിലി യൂസ് ചെയ്താൽ നിങ്ങളുടെ സ്കിൻ എന്താ പറയുക, ബ്രൈറ്റായിട്ട് വരുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും. ആഫ്റ്ററും ബിഫോറും അതിൻ്റെ ഒരു പിക്ക് നിങ്ങൾ എടുത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. പാല് നമ്മുടെ സ്കിന്നിന് അലർജി ഉള്ളവർക്ക് പാല് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പാൽ ഓപ്ഷനിലാണ്, നമുക്ക് വെള്ളമായാലും മതി, പാല് നിർബന്ധമില്ല. ഇത് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് പാക്ക് അല്ല കേട്ടോ. ഇതിനു മുമ്പും എനിക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു പാക്ക് കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത് തന്നെ. നിങ്ങൾക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ഫുൾ ബീട്രൂട്ട് എടുത്ത് ആവശ്യത്തിന് അതിൻ്റെ നീരെടുത്ത് ഈ ബാറ്റർ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഡെയിലി യൂസ് ചെയ്യാം. അതെല്ലാം ആവശ്യത്തിന് എടുക്കുകയാണെങ്കിൽ അന്നേരത്തെ യൂസിന് മാത്രമേ പറ്റുള്ളൂ. നന്നായിട്ട് നമ്മുടെ നെക്കിലൊക്കെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഓയിലി സ്കിന്നായിട്ടുള്ളവർക്ക് ഈ ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടി യൂസ് ചെയ്താൽ നന്നായിരിക്കും. വേറെ ഒന്നുമല്ല, ഇത് ഭയങ്കര എന്താ പറയുക, ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് ഫേസിൽ നിന്ന് കളയാനൊരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടി യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഉണങ്ങാൻ ഒരു 10-15 മിനിറ്റ് സമയം മതിയെങ്കിലും ഇത് കഴുകിക്കളയാൻ കുറച്ചധികം സമയം വേണ്ടി വരും കേട്ടോ. ഞാൻ ഇത് കണ്ട എൻ്റെ ഫേസ് ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് എനിക്കത് പോകുന്നില്ലായിരുന്നു. ഞാൻ ഇത് 2 ലെയർ ഇട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കത് പോകുന്നില്ലായിരുന്നു. ഭയങ്കര ടൈറ്റായ പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അപ്പോൾ ഒരു കോട്ടിങ് മതി, ഞാൻ 2 കോട്ടിങ് ഇട്ട്. അത് ഞാൻ കുറച്ചധികം എടുത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതുപോലെ ഞാൻ കയ്യിലൊക്കെ തേച്ചായിരുന്നു. ഞാനത് കഴുകിക്കളഞ്ഞിട്ടാണ് ഫേസിലെ കഴുകിക്കളയണത്. അതുപോലെ ഇത് ഭയങ്കര എന്താ പറയുക, വഴുവഴുപ്പുണ്ടായിരുന്നു. അത് ഈ ഗോതമ്പ് പൊടി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇതിനൊരു അരിപ്പൊടി ആണെങ്കിൽ പെട്ടെന്ന് റിമൂവ് ചെയ്യാമായിരുന്നു. ഇത് ഗോതമ്പ് പൊടി, അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കഴുകിക്കളയാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് നന്നായിട്ട് കഴുകിക്കളയാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതല്ല, റിസൾട്ട് അടിപൊളിയായിരുന്നു. കഴുകിക്കളയാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് കഴുകിക്കളയാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ആരും ഇത് ഉപയോഗിക്കാതിരിക്കരുത്. എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നൊരു ഫേസ് പാക്കാണിത്. ഡെയിലി ഉപയോഗിക്കാൻ നോക്കുക.
ഇത് ഞാൻ രാത്രിയാണ് കേട്ടോ ഇടുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ റിസൾട്ട് പെട്ടെന്ന് അറിയണമെന്നില്ല. അതുകൊണ്ട് ഈ ഫോണിലായതുകൊണ്ടും നിങ്ങൾക്ക് പെട്ടെന്ന് അറിയണമെന്നില്ല. നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. എനിക്ക് നന്നായിട്ടിത് എന്താ പറയുക, ഉരച്ച് കഴിയേണ്ടി വന്നു ഇത് പോകാനായിട്ട് സ്കിന്നിൽ നിന്ന്. എന്നാലും കുഴപ്പമില്ല, എനിക്കിത് സ്കിൻ ബ്രൈറ്റ് ആക്കുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പാക്ക് കൂടിയാണ് ഇത്. ഞാൻ ഈ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള ഫേസ് പാക്കും നമ്മുടെ ഹെയർ ടിപ്സായിട്ടും ഞാൻ ഇനിയും വരുന്നതായിരിക്കും. കണ്ടോ, എനിക്കത് ഇട്ട് കഴിഞ്ഞിട്ടുള്ളൊരു വ്യത്യാസം. ഇഷ്ടപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.